പാസ്റ്റർ ജോബി ഹാൽവിനോടും പെന്തക്കോസ്തുകാരോടും ചോദിക്കുന്ന ചോദ്യം: ആഭരണം വർജിക്കാത്തവർ നിത്യതയിലെത്തുകയില്ല എന്ന് പുതിയ നിയമത്തിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു സംവാദത്തിന് ആരോടും ഞാൻ തയ്യാറാണ്. കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. ഈ ഒക്കെയും എന്നതിനകത്ത് കടത്തി പറഞ്ഞിരിക്കുന്നത് അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സ്വന്തം ജീവൻ. ഇനി ആഭരണം എടുത്തു പറയണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നത് കാര്യം അറിയാൻ മേലാത്തതുകൊണ്ടല്ല, സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അന്ന് താമസിച്ചിരുന്നത് വിഴവൂരിലാണ്. അപ്പൊ വിഴവൂരിൽ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സഭകളെ എനിക്കറിയാം, ദൈവദാസന്മാരെ എനിക്കറിയാം, അവിടുത്തെ വിശ്വാസികളെ എനിക്കറിയാം, വരുന്ന കോൺഗ്രിഗേഷൻ എനിക്കറിയാം, ചുറ്റുപാടുമുള്ള കേൾവിക്കാരായ ആൾക്കാരെ എനിക്കറിയാം. സകല പൾസും എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ നടുവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായി ഓരോ ഹൃദയങ്ങളും അറിഞ്ഞ് സംസാരിക്കാൻ കഴിയും. ലൂക്കോസ് വിശേഷം 14 അധ്യായം 25 മുതലുള്ള വാക്യമാണ്. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്: എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. മൈ ഹംബിൾ ക്വസ്റ്റ്യൻ: അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരൻ, സഹോദരി, സ്വന്തം ജീവൻ, ഇതിനേക്കാൾ വിലപിടിച്ചതാണോ ഈ പറഞ്ഞ ഗോൾഡ്? ഇതിനേക്കാൾ വിലപിടിച്ചതാണോ നിങ്ങൾ ഈ പറയുന്ന സ്വർണം? ജോബി ഹാൽവിൻ പാസ്റ്റർക്ക് പൾസ് അനുസരിച്ച് പ്രസംഗിക്കാൻ അറിയാം. കാരണം സാമ്പത്തിക പൾസ് താൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കൺവെൻഷൻ കുറയാതിരിക്കാൻ കൺവെൻഷൻ പൾസ് അനുസരിച്ച് പ്രസംഗിച്ചാൽ മതി. ഇപ്പോൾ ഒരു സഭ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസികൾ കൈവിട്ടു പോകാതിരിക്കാൻ വിശ്വാസികളുടെ പൾസ് അനുസരിച്ച് പ്രസംഗിക്കാൻ അറിയാം. പാസ്റ്റർമാരുടെ പൾസുകൾ മനസ്സിലാക്കി പ്രസംഗിച്ചാൽ സഭകളിൽ പ്രസംഗിക്കാനുള്ള ചാൻസുകളും കുറയില്ല. നന്നായിട്ട് എനിക്കറിയാവുന്നൊരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ പെന്തക്കോസ്തിൻ്റെ ഒരു വെറി പിടിച്ച ഒരു പാസ്റ്ററാണെന്ന് ഞാൻ ധൈര്യത്തോടെ പറയുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെറി അല്പം പോലും ഇല്ല. ഇനി ആഭരണം ധരിച്ചാൽ തൻ്റെ അഭിപ്രായത്തിൽ അവർ സ്വർഗത്തിലെത്തുകയില്ല, സ്വർഗരാജ്യം അവർക്കില്ല എന്നുള്ളതാണ്. അത് തെളിയിക്കപ്പെടണമല്ലോ. അതിനെ പുള്ളി സ്ഥാപിക്കാൻ ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം, വ്യഭിചാരിണി ആയുള്ളവരെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും വായിച്ച് ഗ്രഹിക്കാതെ ഒരു പദം എടുത്തങ്ങ് പറഞ്ഞാൽ അതിലെവിടെയാണ് പാസ്റ്റർ സ്വർണം കിടക്കുന്നത്? ലൂക്കോസ് 14:25 പറഞ്ഞല്ലോ: എന്നെക്കല്ലധികം അപ്പനോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഉപ്പ് നല്ലത് തന്നെ, കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്തും. അതിൽ എവിടെയാണ് സ്വർണമാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു പഴുത് അതിനകത്തുണ്ടോ പാസ്റ്ററേ? യുദ്ധത്തിന് പോയാൽ അംഗബലം കുറവാണെങ്കിൽ പിന്മാറണം. ഈ അംഗബലത്തെക്കുറിച്ച് പറയുന്നിടത്തും എന്തെങ്കിലും സ്വർണത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? തനിക്കുള്ളതൊക്കെ വേർപിരിയണം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞത് സ്വർണം ഊരുന്നതിനാണോ? തീവ്രവാദ പെന്തക്കോസ്തുകാരെ, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് തെളിയിക്കാൻ നിങ്ങൾ വരണം. ഇനി എല്ലാ പെന്തക്കോസ്തുകാരും ഒന്ന് കേട്ടോളുക. ബൈബിളിനകത്ത് വെറും 3 സ്ഥലത്ത്, പുതിയ നിയമത്തിൽ 3 സ്ഥലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണത്തെ, ഈ പൊന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ വച്ചും കൊണ്ടാണ് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈ പാരമ്പര്യ പെന്തക്കോസ്ത് തീവ്രവാദികൾ കിടന്ന് കളിക്കുന്നത്. ഈ വചനം വച്ചാണ്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരിടത്തും സ്വർണം മനസ്സിലാവുന്നുള്ള ഒരു വിഷയമായിട്ട് കാണുന്നില്ല എന്ന് ധൈര്യത്തോടെ ഞാൻ പറയാം. വായിക്കാം. 1 തിമോഥെയോസ് 2:9 മുതലാണ്. വണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചും ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ അലങ്കരിക്കണം. സ്ത്രീകൾക്ക് ഗ്രഹിക്കാൻ പറ്റിയൊരു വചനം. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാമണ്ണം സൽപ്രവർത്തികൾ കൊണ്ടത്ര അലങ്കരിക്കേണ്ടത്. അത് ഹൃദയത്തിനകത്ത് അഴക് വന്നാലേ സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കാൻ പറ്റൂ. ഇവിടെ എവിടെയാണ് ജോബി ഹാൽവിൻ പാസ്റ്ററെ പൊന്നിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? പിന്നിയ തലമുടി. നിങ്ങളുടെ ഭാര്യയായാലും ഒരു പരിധി വരെ മറ്റുള്ളവരെ ആകർഷിക്കാൻ പിന്നുന്ന ആളാണ്. അതെന്ത് ഭാര്യയെ ബാധിക്കും? അത് ഹൈലൈറ്റ് ചെയ്യാത്തത്. യോഗ്യമായ വസ്ത്രം നിങ്ങൾ മക്കളെ പരിശോധിച്ചാൽ ഒരു പക്ഷേ അവിടെ എവിടെയും തൊടാത്ത തുണികളെ കൊടുക്കുമായിരിക്കും. ശരി, അവരെ വിട്.
നിങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അതിൽ സ്ട്രിക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ പള്ളിക്കകത്തുണ്ട് യോഗ്യമായ വസ്ത്രം ധരിക്കാത്തവർ, അതിനെ ഹൈലൈറ്റ് ചെയ്താൽ അത് വിട്ടുപോകും. ഇനി വിലയേറിയ വസ്ത്രം മനസ്സിലാകുന്നുണ്ട്. കല്യാണമോ കുറിക്കപ്പെട്ട ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇടാറുണ്ട്. ഇത് 24 മണിക്കൂർ വിലയേറിയ വസ്ത്രം മറ്റുള്ളവരെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. മനസ്സിലാവുന്നല്ലോ. ഇവിടെ പൊന്നിനെയും മുത്തിനെയും ഹൈലൈറ്റ് ചെയ്തത് നിങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ആളല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു നിലനിൽപ്പെന്നൊരു ഫൗണ്ടേഷനുണ്ട്. അതിനകത്ത് കയറി തട്ടാത്ത രീതിയിൽ പ്രസംഗിക്കുകയും, അതായത് പൊന്നിന്, കാരണം നിങ്ങൾ ജനിച്ചു വളർന്നത് പൊന്നിടരുത് പൊന്നിടരുത് പൊന്നു പാപമെന്ന് പറഞ്ഞ വള്ളിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്ന ഒരു 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 തീവ്രവാദ ചിന്താഗതിക്കാരനാണ്. മനസ്സിലാവുന്നുണ്ട്. മറ്റുള്ള 1, 2, 3, 4 കാര്യങ്ങൾ പറയാനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കില്ല. അതിനെ ഹൈലൈറ്റ് ചെയ്താൽ, ഈ പൊന്നിനെ പോലെ ഇതിനെ ഹൈലൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു പ്രോഗ്രാം കിട്ടിയില്ല. കാരണം ലോകം മനസ്സിലാവുന്നുണ്ട്, കംപ്ലീറ്റ് പെന്തക്കോസ്തുകാർ ലോക സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. പൊന്നിനെ മാത്രം മനസ്സിലാവും ഊരിക്കാണിച്ച് ജാതികളെക്കാൾ നെറികെട്ട നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾ, നിങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്റർമാരും കൺവെൻഷൻ പ്രോഗ്രാം നടത്തുന്ന എല്ലാവരും മനസ്സിലാവുന്നുണ്ട് ലോകസ്നേഹത്തിലാണ് ജീവിക്കുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം തെളിയിക്കാനുള്ള ധൈര്യക്കുറവാണ് പൊന്നിൽ തൂങ്ങുന്നത്. 2 യാക്കോബ് എഴുതിയ ലേഖനം 5:1 മുതൽ 6 വരെ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതം നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചുപോയി, മനസ്സിലാവുണ്ടോ, ഉടുപ്പ് പുഴുവരിച്ചു, പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ മേൽ സാക്ഷിയാകും. ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള ധനവാന്മാരെല്ലാം മനസ്സിലാവുന്നുണ്ടോ മോശക്കാരാണ്. ധനം പാപമൊന്നും ബൈബിളിനകത്തില്ല. എന്നാൽ ദുരിതം വരുന്ന ചില ധനവാന്മാരെ പരിപാടിയാണ്. അവരുടെ ധനം ദ്രവിച്ചും അവരുടെ സ്വർണവും പൊന്നും ഉടുപ്പൊക്കെ പുഴുവരിക്കും. കാര്യം, അവർ നിലങ്ങളെ കൊയ്തവരുടെ കൂലി പിടിച്ചു വെച്ചവരാണ്. താഴോട്ട് വായിക്കണം. അവർ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിക്കുന്നു എന്നുള്ള തെറ്റുകളാണ്. അവർക്ക് ന്യായവിധി പൂർവ്വകാലം മുതൽ വന്നു കഴിഞ്ഞു. അവർക്ക് കൊല ദിവസത്തിലെന്ന പോലെ ഹൃദയത്തെ അവർ പോഷിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സുഖിച്ചു പുളയ്ക്കുന്നവരുടെ പൊന്ന് കറ പിടിക്കും. അത് ആർക്കറിയില്ല. സുഖിച്ചു പുളയ്ക്കുന്നവൻ്റെ വെള്ളിയിലും കറ പിടിക്കും. സുഖിച്ചു പുളയ്ക്കുന്നവൻ്റെ ധനം കറ പിടിക്കും. സുഖിച്ചു പുളയ്ക്കുന്നവൻ്റെ ഉടുപ്പും പുഴുവരിക്കും. അപ്പോൾ ഈ ഉടുപ്പിനെയും ധനത്തെയും തൊടാൻ മടിച്ച് കറ എന്ന് പറഞ്ഞ് പൊന്നിനെ മാത്രം തൂക്കുന്ന പെന്തക്കോസ്തിലെ കള്ള ഗുഡായ്പകളെ, പെന്തക്കോസ്തിലെ കൾട്ടുകളെ, സാത്താൻ്റെ ആത്മാവ് കൊണ്ട് തിരിയുന്നവരെ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. മറ്റുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കുന്നത് ക്രിസ്തു നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത സമ്മതിക്കുന്നു. ലോകത്തിൻ്റെ സ്നേഹിതന്മാരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. അതും ഞാൻ സമ്മതിക്കുന്നു. അത് ആഭരണമൊന്നും അല്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞിട്ടുണ്ട്, അവർ ലോകക്കാരല്ല, ഞാൻ ലോകത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം അവരെ വെറുക്കുന്നു. മനസ്സിലാവുന്നു, ലോക സ്നേഹത്തെ വെറുക്കുന്നു. സത്യമാണ് പാസ്റ്റർ. ലോകത്തിൻ്റെ ചായ്വിനൊത്ത് ജീവിക്കുന്നതാണ് ലോകസ്നേഹം. നിങ്ങളതിലുണ്ട്, തെളിയിക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. 1 പത്രോസ് 3:2 മുതൽ 4 വരെ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ അലങ്കാരം, തലമുടി പിന്നുന്നതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നതിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ പുറമേ ഉള്ളതല്ല. മനസ്സിലാവും, പുറം ഉള്ളതല്ല. എന്താണ് ആവശ്യം? സാവധാനതയും സൗമ്യതയും ഉള്ള ഗൂഢമനുഷ്യൻ വളരണം. സ്ത്രീകളിൽ ഗൂഢമനുഷ്യൻ, സാവധാനം, സൗമ്യത, ഗൂഢമനുഷ്യൻ. ഈ വളർച്ച ഉള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. അവനും മരണം വരെ നല്ല സമാധാനം, സന്തോഷമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരെ ആകർഷിക്കാൻ തലമുടി പെന്നുന്ന സ്ത്രീകളെ സമൂഹത്തിനും കൊള്ളില്ല, വീട്ടിലും കൊള്ളില്ല, നാട്ടിലും കൊള്ളില്ല. ഫ്രാഡ് പെണ്ണുങ്ങളാണെന്ന് പറയേണ്ടി വരും. സത്യമാണ്. മറ്റുള്ളവരെ ആകർഷിക്കാൻ പൊന്നണിയുന്നതും മുത്തുകൾ പതിപ്പിച്ചുകൊണ്ടും ഫാഷൻ ഷോ നടത്തുന്നവരെല്ലാം
ഫ്രാഡാണ്. കച്ചവന് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി. അതിന് കുടുംബത്തിലുള്ള നിലനിൽപ്പില്ല. ഭർത്താവോട്ടെ എല്ലാ ദിവസവും അടിയും കലകവും സമാധാനമില്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ വിലയേറിയ വസ്ത്രം, ഇതൊക്കെ എന്ന് പറഞ്ഞത് ഭർത്താവിൻ്റെ പണം ഇല്ലാതാക്കാനും ഇല്ലായ്മ ചെയ്യാനും സമൂഹത്തിനും മാതൃകയില്ല, പിള്ളേർക്കൊരു മാതൃകയില്ലാത്ത ഒരു സ്ത്രീകളുടെ സ്വഭാവങ്ങളാണ്. ഇന്ന് പല സ്ത്രീകളും യോഗ്യമായ വസ്ത്രങ്ങൾ ഇടുന്നില്ല. കാര്യം അവിടെ എവിടെയും തൊനാത്തതും വലിച്ചു നീട്ടിയും ഇറുക്കിയും കെട്ടിയും വച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരു കൂട്ടം യൗവനക്കാരെ നശിപ്പിക്കുന്ന സ്ത്രീകൾ. ഇതൊക്കെ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കാനുള്ള ധൈര്യം, ഞാനീ പറഞ്ഞ മറ്റു വിഷയങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ധൈര്യം ജോബി ആൽവിൻ പാസ്റ്റർക്കില്ല. നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടോ? സംഘടനകളിൽ നിന്നെല്ലാം പുറത്താകും. വിശ്വാസികളുടെ ഒരു കാശ് കൊണ്ട് നിങ്ങൾ ജീവിക്കുകയില്ല. ഇതുപോലെ വെറി പിടിച്ച ഒരു പാസ്റ്ററുണ്ട്, ജോബി ടി അലക്സ്. തന്നോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, യോഗ്യമായ വസ്ത്രം പറയാത്തത്, പിന്നെ തലമുടി എന്തത് എവിടെ പോയി? മനസ്സിലാവും, വിലയേറിയ വസ്ത്രം എവിടെ പോയി? താൻ്റെയും കുടുംബത്തോളം എല്ലാവരും ഇതൊക്കെ തന്നെ ഇടുന്നത് തന്നെ. ഇതിനെയൊക്കെ യവന്മാർ ഹൈലൈറ്റ് ചെയ്താൽ ഇവൻ്റെയൊക്കെ പണപ്പിരിവ് നിൽക്കും, സാമ്പത്തിക സ്ഥിതികൾ കുറയും, പ്രോഗ്രാമിന് വിളിക്കുകയില്ല, കൺവെൻഷന് വിളിക്കുകയില്ല. യേശുക്രിസ്തു ഉള്ളിലുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറയൂ. ഇനി അടുത്തൊരു പരിപാടി, ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ. അതുമാത്രമല്ല, നല്ലൊരു ശതമാനം പാസ്റ്റർമാരും ഡൈ അടിച്ചവരാണ്. ഡൈ ഒക്കെ ചെയ്ത് മനസ്സിലുണ്ട്. നമ്മൾ ടിനു ജോർജൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വെപ്പ് മുടി വച്ചിട്ടുണ്ട്. ആണും പെണ്ണും എല്ലാം ഒരുപോലെ കുറച്ചു ദിവസം ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നരച്ച മുടിയെ കാണിക്കാൻ ധൈര്യമില്ലാത്തവർ, അതിന് ഞാൻ നിങ്ങൾ സമ്മതിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ചൊട്ടിച്ചുളുങ്ങിയ മുഖത്തിനെല്ലാം ഫാഷ്യൽ ചെയ്ത് പുട്ടിയിട്ട് കൊണ്ട് നടക്കുന്ന പെന്തക്കോസുകാർ. 99% പെന്തക്കോസുകാർ ലൗകികരാണ്. മനസ്സിലാകുന്നുണ്ടോ? സഭയും അങ്ങനെ ഉണ്ട്. എൻ്റെ സഭയൊക്കെ നിൻ്റെ സഭയൊക്കെ എൻ്റെ സഭ വലുത്. അവനവൻ്റെ സഭയിൽ അവനവൻ്റെ മോഹങ്ങൾ പ്രസംഗിച്ച് അവനവൻ്റെ വിശ്വാസികൾ വളർത്തുന്നു. ക്രിസ്തുവില്ലാത്ത സഭകൾ കൊണ്ട് കേരളം നിറഞ്ഞു. ഇനി കുറച്ചു കാലം ജീവിക്കും, ഇവിടെ നിന്ന് മരിക്കും. നീയൊക്കെ വയ്ക്കുന്ന വീടുകൾ 250 വർഷമായാലും ഇടിഞ്ഞു വീഴാത്ത പവർഫുള്ളായിട്ടുള്ള വീടുകൾ, ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പുള്ള ടൈൽസുകൾ, ഇൻ്റർലോക്കിൻ്റെ സിസ്റ്റങ്ങൾ, മനസ്സിലുണ്ട്. എല്ലാം കോടികൾ വാരി നിൻ്റെയൊക്കെ വീടുകളും പാരിഷ് ഹാളുകളും, മനസ്സിലാകുന്നുണ്ട്. ചർച്ചിൻ്റെ പേര് പറഞ്ഞ് നീയൊക്കെ തിന്നും കൊഴുത്തുമൊക്കെ തിരിയുന്നവരെ ലൗകികന്മാരായതുകൊണ്ടാണ്. പാസ്റ്റർ, താങ്കൾ വരെ ഞാൻ പറയട്ടെ, എത്രയോ കാറുകൾ മാറി മാറി എടുത്തു, താങ്കളൊരു ലൗകികനല്ലേ? പാസ്റ്ററെ, പൊന്നു ഊരണം എന്ന് യേശുവോ അപ്പോസ്തലന്മാരോ ആരോടും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ അങ്ങനെ പുതിയ നിയമസഭയിൽ ഒരു തെളിവുമില്ല. പക്ഷെ മോഹത്തെ ഊരിപ്പിക്കണം, ആഡംബരത്തെ ഊരിപ്പിക്കണം. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്തുകാർ നിങ്ങളെ വെറുക്കും, ഒറ്റപ്പെടുത്തും, എന്നെപ്പോലെ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. അങ്ങനെ ധൈര്യത്തോടെ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുക. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്തുകാരുടെ പാപങ്ങളെ ഉണർത്തുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.